ക്രിസ്തീയ ജീവിതം ജീവിക്കുവാൻ തലച്ചോറിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന തലച്ചോറില്ലാത്ത അനേകരുണ്ടെന്നുള്ളത് പരിതാപകരം തന്നെയാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ വളർച്ചയ്ക്കും സേവനത്തിനും വിജയത്തിനുമെല്ലാം അത്യന്താപേക്ഷിതമാണ് ഒരു വിശ്വാസിയുടെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. ശക്തനായ ഒരു ശത്രുവാണ് ഒരു ക്രിസ്ത്യാനിക്കുള്ളതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിക്കുകയുണ്ടായി. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിതബലത്തിലും ശക്തിപ്പെടുവീൻ എന്നാണ് വചനം നമ്മോട് ആവശ്യപ്പെട്ടത്. ഈ ലേഖനത്തിൻ്റെ അവസാന താളുകളിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത്. പൗലോസ് ഈ പോരാട്ടത്തെക്കുറിച്ചും ശത്രുവിനെക്കുറിച്ചുമൊക്കെ വെളിപ്പെടുത്തിയിട്ടുള്ളത് ഈ അവസാന ഭാഗത്താണ്. ഈ ഭാഗത്തിനു വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. എഫേസ്യ ലേഖനം 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ തന്ത്രശാലിയായ ഈ ശത്രുവിനോട് എതിർത്ത് നിൽക്കേണ്ടത് എങ്ങനെയെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടാലും. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ നിന്നും നാം പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഒരു പോർക്കളത്തിലാകുന്നു എന്നത്രേ. നമുക്ക് പോരാട്ടമുള്ളത് ഒരു സാധാരണക്കാരനോടല്ല, ഭയാനകമായ ശത്രു. അത് ആത്മീയമാണ് താനും. ഒരു മനുഷ്യനെയും നമുക്ക് ശത്രുവായി കാണുവാൻ സാധ്യമല്ല. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്രേ നമ്മുടെ പോരാട്ടം. 12-ാം വാക്യം വരെ നാം ചിന്തിച്ചു. 6-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം വരെ. ഇനിയും ഈ പടയാളിയുടെ സംരക്ഷണത്തെക്കുറിച്ചാണ് നാം കാണുന്നത്. ഞാൻ 6-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം വായിക്കാം. അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊള്ളുവിൻ. നാം ശത്രുവിനെ തിരിച്ചറിഞ്ഞു. ഇപ്പോൾ ഇനിയും പൗലോസ് പ്രതിരോധത്തിനായി നമുക്ക് ലഭ്യമായുള്ള യുദ്ധോപകരണശാല പരിചയപ്പെടുത്തുവാൻ പോവുകയാണ്. ആക്രമിച്ചു മുന്നേറുവാൻ വിശ്വാസിയോട് എങ്ങും ഉദ്ബോധിപ്പിച്ചിട്ടില്ല. ഈ ഭാഗത്തിൻ്റെ പ്രധാന ചിന്ത നിൽക്കുക എന്നതത്രേ. നിൽക്കുക. തിരുവചനത്തിൽ വിശ്വാസിയെ ഒരു തീർത്ഥാടകനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. തീർത്ഥാടകരായി നാം ഈ ലോകത്തിലൂടെ നടക്കേണ്ടതുണ്ട്. തിരുവചനം നമ്മെ സാക്ഷികളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നാം ഭൂമിയുടെ അറ്റത്തോളം പോകേണ്ടതുണ്ട്. ഓട്ടക്കാരെന്ന നിലയിൽ നാം ഓടേണ്ടതുണ്ട്. നമ്മുടെ ദൃഷ്ടി ക്രിസ്തുവിന്മേൽ വെച്ചുകൊണ്ട് നാം ഓടേണ്ടതുണ്ട്. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിനെ നോക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടേണ്ടതുണ്ട് എന്ന് എബ്രായ ലേഖനം 12-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. എന്നാൽ തിരുവചനം നമ്മെ പടയാളികളായി വിശേഷിപ്പിക്കുമ്പോൾ അത് പറയുന്നത് നാം നിൽക്കണം എന്നത്രേ. വാസ്തവത്തിൽ ഞാൻ പോരാടുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നിൽക്കുവാനാണ്. എന്നാൽ അത് വളരെ പ്രയാസമുള്ള കാര്യമാണെന്ന് ഓർക്കണം. എവിടെല്ലാം ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കുന്നുവോ അവിടെല്ലാം സുവിശേഷം നാം അറിയിക്കുമ്പോൾ അവിടെ ഒരു പോരാട്ടം നടക്കുകയാണ്. ദൈവവചനം സത്യമായി പ്രസംഗിക്കപ്പെടുന്ന സ്റ്റേജുകളിൽ വാസ്തവത്തിൽ ഒരു പോർക്കളം പോലെയാകുന്നു. അത് മല്യുദ്ധം നടക്കുകയാണ് അവിടെ. അതത്ര ഇന്നത്തെ യുദ്ധനിര. ശരിക്കും തയ്യാറാകാതെ അവിടെ കയറി ചെന്നവർ വെട്ടേറ്റ് നിലംപതിച്ച് കിടക്കുന്ന കാഴ്ച ഇന്ന് വളരെയാണ്. അവിടെയാണ് ശത്രു പ്രവർത്തിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ശത്രു അധോലോകത്തിലോ ശനിയാഴ്ച വൈകിട്ടത്തെ പാർട്ടിയിലോ ഒന്നുമല്ല പ്രവർത്തിക്കുന്നത്. അവരെല്ലാം അവൻ്റെ പക്ഷത്താണല്ലോ. പിന്നെ മെനക്കെടേണ്ടതുണ്ടോ? എവിടെ യഥാർത്ഥ ആത്മീയരുണ്ടോ അവിടെയാണ് ശത്രു സകല സന്നാഹങ്ങളുമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വ്യക്തിപരമായി പറഞ്ഞാൽ ഈ പോരാട്ടത്തിൽ സ്വയം മുന്നേറണം എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ആക്രമണം ആരംഭിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കൽപ്പന നിൽക്കുക എന്നതത്രേ. പിശാചാണ് ആക്രമണം ചെയ്യുന്നത്. നമ്മോട് ആജ്ഞാപിക്കുന്നത് സകലവും സമാപിച്ചിട്ട് ഉറച്ചു നിൽക്കുക എന്നത്രേ.
ഒരു ദുർദിവസത്തിൽ നിൽക്കുവാൻ പ്രാപ്തരാകുന്നത് തന്നെ ഒരു വിശ്വാസിക്ക് വിജയമാണ്. ഒരു വലിയ പങ്ക് ശുശ്രൂഷകന്മാർ യുദ്ധത്തിൽ പോരാടിക്കൊണ്ടിരിക്കുന്നത് എനിക്കറിയാം. അവരാണ് യുദ്ധ മുന്നണിയിൽ ഇന്ന് നിൽക്കുന്നത്. അവരെ സഹായിക്കുവാൻ എനിക്ക് ഏതെങ്കിലും വിധത്തിൽ സാധിച്ചിരുന്നെങ്കിൽ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് സഭാ ശുശ്രൂഷകന്മാർക്ക് വചനത്തിലുള്ള അറിവ് വളരെ വളരെ അത്യാവശ്യമാണ്. വളരെയേറെ ശോഭിച്ച് നിന്നിരുന്ന പല സഭകളും ഇന്ന് ഒരു താല്പര്യവുമില്ലാത്തതായി തണുത്തുറഞ്ഞിരിക്കുന്നു. അവിടെ ഒരു യുദ്ധം, ഒരു ആത്മീയ പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്നു. 14 15 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും നിൽപ്പീൻ. നിൽപ്പീൻ എന്നിവിടെ പറയുമ്പോൾ വിശ്വാസിക്ക് ഈ പ്രബോധനം 4ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ പൗലോസ് നൽകുന്നത്. ഒരു ആജ്ഞാരൂപത്തിൽ ഇവിടെ മാത്രമാണ് പൗലോസ് ഇത് നൽകുന്നത്. മറ്റെല്ലായിടത്തും ഒരു യാചന പോലെയായിരുന്നു. എന്നാൽ ഇവിടെ നിൽപ്പാൻ അവൻ കൽപ്പന നൽകുന്നു. നാം നിൽക്കണമെന്ന് മാത്രമല്ല, നമ്മെ സംരക്ഷിക്കുന്നതിനായി ഏതാനും ആത്മിക ആയുധങ്ങൾ കൂടി നാം കരുതേണ്ടതുണ്ട്. പിശാചിൻ്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവർ ആയിരിക്കരുത്. അവൻ്റെ ആക്രമണം ഏതവസരത്തിലും ഉണ്ടാകും. അതുകൊണ്ട് നാം തയ്യാറായിട്ടിരിക്കേണ്ടതാണ്. അവൻ ഏതു വഴിയായി ഏത് അടവും കൊണ്ടുവരുമെന്ന് നമുക്കറിയാം. നാം സജ്ജരായിരിക്കണം എന്ന് മാത്രം ഇവിടെ പറയുന്നു. നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും. ആ കാലങ്ങളിൽ അരയിൽ കെട്ടിയിരുന്ന ബെൽറ്റ് ഒരു പടയാളിയുടെ വസ്ത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളെയും ബന്ധിച്ചിരുന്നതാണ്. എല്ലാം അതിൻ്റെ സ്ഥാനത്ത് നിന്നും മാറാതെ സൂക്ഷിച്ചത് ഈ ബെൽറ്റിൻ്റെ സ്ഥാനം കൊണ്ടായിരുന്നു. അത് അത്യാവശ്യവുമായിരുന്നു. വാസ്തവത്തിൽ അരക്കെട്ട് അഴിഞ്ഞു പോയാൽ താങ്കൾക്ക് എല്ലാം നഷ്ടപ്പെടുമെന്നറിയാമല്ലോ. വസ്ത്രം തുറന്നു പോവുകയും കാൽച്ചട്ട വീണു പോവുകയും ചെയ്യും. ശത്രുവിൻ്റെ മുൻപിൽ സത്യം അരയ്ക്ക് കെട്ടി നിൽക്കാൻ നമ്മോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. എല്ലാം ഒരുമിച്ച് പിടിച്ചു നിർത്തുന്നതാണ് സത്യം. എന്താണ് ആ സത്യം? അത് ദൈവവചനമാകുന്നു. ദൈവവചനത്തിൻ്റെ സത്യത്തിൽ പ്രവർത്തിക്കാതിരുന്നതിനാൽ പടയിൽ തോറ്റ് നാണം കെട്ട ആയിരങ്ങളെ നമുക്ക് ചുറ്റും കാണാവുന്നതാണ്. പ്രിയമുള്ളവരെ, ദൈവവചനം അതിൻ്റേതായ സത്യത്തിൽ അത് എഴുതിയിരിക്കുന്നത് പോലെ നൽകുവാൻ നമുക്ക് ആളുകളെ ആവശ്യമാണ്. ഇന്ന് അനേകം ആളുകൾ സാക്ഷ്യം നൽകുന്നത് നമുക്കറിയാം. തങ്ങളുടെ പഴയ ജീവിതത്തെക്കുറിച്ച് മണിക്കൂറുകൾ തന്നെ അവർ പറയും. അത് പുകഴ്ചയായിട്ടാണ് അവർ പറയുന്നത്. എന്നാൽ അവർക്ക് ദൈവവചനത്തെക്കുറിച്ച് ഒന്നും അറിയില്ല. സത്യത്താൽ അരകെട്ടിയിട്ടുള്ള ആളുകളെ നമുക്കിന്ന് ആവശ്യമുണ്ട്. അവർ ദൈവത്തിൻ്റെ വചനം അറിയണം. വചനം എന്ന സത്യത്താൽ മറ്റെല്ലാ വസ്ത്രങ്ങളും ഉറപ്പാക്കി വേണം പടക്കളത്തിൽ ഇറങ്ങുവാൻ. ഏതെങ്കിലും ഒരു പ്രത്യേക സന്ദർഭത്തിൽ വികാരത്തിൻ്റെ പുറത്ത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യസാധ്യത്തിനായി ചില സ്വഭാവങ്ങൾ ഉപേക്ഷിച്ച് കൂട്ടായ്മകളിൽ കൂടിയിട്ട് വലിയ വലിയ സാക്ഷ്യങ്ങൾ പറഞ്ഞു നടന്ന അനേകരെയും പിന്നീട് ആ രംഗത്തെങ്ങും കാണാതിരിക്കുന്നതിന് കാരണം അവർ സത്യം അരയ്ക്ക് കിട്ടിയിരുന്നില്ല എന്നതത്രേ. യുദ്ധത്തിൽ അവർ തോറ്റു, അവർ നാണം കെട്ടു, അവരെയും കൊണ്ട് നടന്നവരും നാണം കെട്ടു. ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിലല്ല അവർ ഇറങ്ങിത്തിരിച്ചത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവവചനത്തിൻ്റെ ബലത്തിലാകുന്നുവോ ശത്രുവിനോട് പോരാടുന്നത്? ഈ ആയുധങ്ങളിൽ ഓരോന്നും വാസ്തവത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് സംസാരിക്കുകയാണ്. നാം ഉയരത്തിൽ ക്രിസ്തുവിനോടുകൂടെ ആയിരിക്കുകയാണ്. നമ്മുടെ ഈ ലോക നടപ്പിൽ നാം ക്രിസ്തുവിനെ ധരിക്കേണ്ടതുണ്ട്. ക്രിസ്തുവിനെ ധരിക്കുവാൻ പൗലോസ് നമ്മോട് ഇതിനോടകം പറഞ്ഞു കഴിഞ്ഞു. അവനാണ് സത്യമായിട്ടുള്ളവൻ. നാം അവനെ നമ്മുടെ ജീവിതത്തിൽ ധരിക്കേണ്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ മഹത്വപ്പെടുത്താത്ത ഒരൊറ്റ സാക്ഷ്യവും പറയരുത്, പറയിപ്പിക്കരുത്. പല കൂട്ടായ്മകളിലും ആരാധനകളിലും ഈ സാക്ഷ്യമെന്ന് പറയുന്ന ചടങ്ങ് അന്യോന്യമുള്ളൊരു മത്സരം പോലെയാകുന്നു. ആരാണ് കൂടുതൽ തെറ്റ് ചെയ്തതെന്ന് വിളിച്ചു പറയുന്ന ലജ്ജാകരമായ അവസ്ഥ. വ്യക്തികളെ ഉയർത്തുന്ന വളരെയേറെ സാക്ഷ്യങ്ങൾ നാം കേൾക്കാറുണ്ട്. ഒരിക്കലും നാം സത്യമല്ലാത്തത് പറയുവാൻ തുനിയരുത്. തുടർന്ന് പറഞ്ഞിരിക്കുന്നത് കവചത്തെക്കുറിച്ചാണ്. നീതി എന്ന കവചം ധരിച്ചും. ഒരു വിശ്വാസിയുടെ നീതി ക്രിസ്തുവാകും. വിശ്വാസിയുടെ പ്രാവർത്തികമായ നീതിയെയും ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നു. സ്വന്തം നീതി എന്ന കറപുരണ്ട തുണി കവചമായി ഉപയോഗമില്ലാത്തതാകുന്നു എന്നത് നാം വ്യക്തമായി മനസ്സിലാക്കണം. എന്നാൽ അതിൻ്റെ അടിയിൽ ദൈവത്തോട് നിരന്നിട്ടുള്ള ഒരു ഹൃദയവും മനസാക്ഷിയും
ആവശ്യമാണ്. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുൻപാകെ ഒരു വിശ്വാസിയെ നിർത്തുവാൻ പര്യാപ്തമായിട്ടുള്ളത് ക്രിസ്തുവിൻ്റെ നീതി മാത്രമാണ്. എന്നാൽ വിശ്വാസിയെ കുറ്റം വിധിക്കാത്ത ഒരു ഹൃദയമാണ് സംരക്ഷിക്കപ്പെടേണ്ടതായിട്ടുള്ളത്. യുദ്ധത്തിൽ മുന്നേറുവാൻ ശ്രമിക്കുമ്പോൾ തന്നെ ജീവിതത്തിൽ പാപമുണ്ടായിരിക്കുക എന്നുള്ളത് ശോചനീയമായ ഭയാനകമായ ഒരു അവസ്ഥയാണ്. ആ വിധത്തിൽ വിജയിക്കുവാൻ നമുക്കൊരിക്കലും സാധ്യമല്ല. അപവാദി പിശാചാകുന്നു. എന്നാൽ ആത്മാവിൻ്റെ ശക്തിയിൽ ഒരു ദൈവിക ജീവിതം നയിക്കുന്നവരെ നിന്ദിക്കുവാൻ സാത്താന് കഴിയുകയില്ല എന്ന് നാം ഓർക്കണം. നാം ജീവിക്കുന്ന ജീവിതം ഒന്നുകിൽ സാത്താൻ്റെ ആക്രമണത്തെ ചെറുത്തു തോൽപ്പിക്കുവാൻ സഹായകമായ കോട്ടയായിരിക്കും, അല്ലെങ്കിൽ നമ്മെ തോൽപ്പിക്കുവാൻ അവൻ എളുപ്പമാകത്തക്കവണ്ണമായിരിക്കും. സാത്താൻ ഒരു ദൈവപൈതലിനെ കുറ്റപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിൻ്റെ നീതിയാണ് ഒരു വിശ്വാസിയെ അവൻ്റെ രക്ഷയെക്കുറിച്ച് ഉറപ്പുവരുത്തുന്നത്. എന്നാൽ ദൈനംദിന ജീവിതത്തിൽ പ്രായോഗികമായ നീതിയില്ലാതെ ക്രിസ്തുവിൽ വിശ്വസിച്ചതിനാൽ നമ്മെ നീതിമാന്മാരാണെന്ന് എണ്ണിയ അവസ്ഥ മാത്രം നമ്മെ ആക്രമിച്ച് തോൽപ്പിക്കുവാൻ പിശാചിന് കൂടുതൽ അവസരം ഉണ്ടാക്കിക്കൊടുക്കുകയാണ്. അപ്പോൾ ക്രിസ്തു നമ്മെ നീതീകരിച്ചപ്പോഴത്തെ നീതിയുടെ ആ അവസ്ഥയും വേണം, ആ നീതിയും വേണം. ദൈനംദിന ജീവിതത്തിലെ നീതിയും ആവശ്യമാണ്. അല്ല എങ്കിൽ ശത്രുവിൻ്റെ ആക്രമണം ചങ്കിന് തന്നെ വന്നുകൊള്ളും. മൂന്നാമത് പറഞ്ഞിരിക്കുന്ന ആയുധം സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം, കാലിന് ചെരുപ്പാക്കുക എന്നാണ്. എഴുന്നേറ്റ് നിൽക്കുവാൻ ചെരുപ്പ് ആവശ്യമാണല്ലോ. അത് അടിസ്ഥാനത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. നമുക്ക് നല്ല ഉറച്ച ഒരു അടിസ്ഥാനം ആവശ്യമാണ്. തയ്യാറെടുപ്പ് ഈ അടിസ്ഥാനത്തിന്മേലാണല്ലോ. ലോകത്തിൽ ക്രിസ്തു ആകുന്നു നമ്മുടെ അടിസ്ഥാനം. യേശു ക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആരെക്കൊണ്ടും സാധിക്കില്ല. നാം ക്രിസ്തുവിലാണ്, അവിടെയാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്. പാദരക്ഷ ധരിക്കേണ്ടത് ഒരു വിശ്വാസിയുടെ ഉത്തരവാദിത്വമാണ്. ശത്രുവിൻ്റെ ആക്രമണത്തിനെതിരെ ഉറച്ചു നിൽക്കണമെങ്കിൽ വിശ്വാസിക്ക് തൻ്റെ പാദം ശരിയായി സംരക്ഷിക്കപ്പെട്ടിരിക്കണം. റോമൻ പടയാളി അടിവശം വലിയ മുട്ടുള്ള ആണിയാൽ കവചിതമായിരിക്കുന്നതും പാദവും കണങ്കാലും മുട്ടുന്നതുമായ പാദരക്ഷ ധരിച്ച് അതിനെ ചരടുകൊണ്ട് കെട്ടുമായിരുന്നു. ആക്രമണവേളകളിൽ ഇതുറപ്പുള്ള ഒരു പ്രതലമായി വർദ്ധിച്ചു വന്നു. ഒരുക്കം എന്നതിൻ്റെ മൂലപദത്തിൻ്റെ അർത്ഥം ഉറപ്പുള്ള പ്രതലം എന്നാണ്. സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം എന്ന് പറയുമ്പോൾ സുവിശേഷം പ്രസംഗിക്കുന്നതിനായുള്ള ഒരുക്കമല്ല, സുവിശേഷത്തിനു വേണ്ടി ഏതു വഴിയിൽ കൂടിയും മുന്നേറുവാനുള്ള ഒരുക്കമാണ് പ്രധാന വിഷയം. ഇനി ഞാൻ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. ആ ഭാഗം നമുക്ക് നോക്കാം. എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെ ഒക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിചയ എടുത്തും കൊണ്ട് നിൽപ്പീൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് സകല വിശുദ്ധന്മാർക്കും എനിക്കും വേണ്ടി പ്രാർത്ഥനയിൽ പൂർണ്ണ സ്ഥിരത കാണിപ്പീൻ. ഒരു വിശ്വാസിയുടെ ആയുധവർഗം ആത്മീകമാകുന്നു. കാരണം നാം ഒരു ആത്മീയ ശത്രുവിനെതിരായിട്ടാണ് പോരാടുന്നത്. ആ ആയുധവർഗത്തിൽ നാം നിൽക്കേണ്ടതുണ്ട്. ആ ആയുധവർഗം ക്രിസ്തു ആകുന്നു. അതെ, ജീവനുള്ള ക്രിസ്തു. തനിക്കുള്ളവരെ ദൈവം എപ്രകാരമാകുന്നു സംരക്ഷണ ചെയ്യുന്നതെന്ന് സാത്താൻ തന്നെ പറയുന്നതിനെക്കുറിച്ച് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. നീ അവന് അവൻ്റെ വീട്ടിനും അവനുള്ള സകലത്തിനും ചുറ്റും വേലി കെട്ടിയിട്ടില്ലയോ എന്ന് സാത്താൻ പറഞ്ഞു. താൻ നമുക്ക് തന്നിരിക്കുന്ന ആയുധവർഗത്തിൽ ദൈവം നമുക്കായി സംരക്ഷണം നൽകിയിരിക്കുന്നു. എല്ലാറ്റിനും മീതെ വിശ്വാസം എന്ന പരിചയം എടുത്തും കൊണ്ട് എന്ന് നാം വായിച്ചു. എല്ലാ ആയുധത്തെയും മറയ്ക്കുന്നതായിരുന്നു ഈ പരിച. ആ കാലത്ത് 2 തരം പരിചകളുണ്ടായിരുന്നു, വലിയ ഇനവും ചെറിയ ഇനവും. വൻ പരിചയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിന് 4 അടി നീളവും 2.5 അടി വീതിയും ഉണ്ടായിരുന്നതിനാൽ ശരീരം മുഴുവൻ മറയ്ക്കുവാൻ കഴിയുന്നതായിരുന്നു. ഇത് ഏകദേശം ഒരു കതകിനൊപ്പം വലിപ്പമുണ്ടായിരുന്നു. വലിയ കാലാൾപ്പടയുടെ പരിചയായിരുന്നു ഇത്. ഇതിൻ്റെ പിൻപിൽ ഒരു പടയാളി നിൽക്കുമ്പോൾ പൂർണ്ണമായും സുരക്ഷിതനായിരുന്നു. ക്രിസ്തു രക്ഷയിലേക്കുള്ള വാതിലും
വെളിയിൽ നിന്നുള്ള ശത്രുവിൻ്റെ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കുന്ന പരിചയം ആകുന്നു. ഇതത്രേ യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ ലഭിക്കുന്ന ചിത്രം. ക്രിസ്തു രക്ഷയും സുരക്ഷിതത്വവുമാകുന്നു. വാതിലിലൂടെ അകത്ത് പ്രവേശിക്കുവാൻ നമ്മെ സഹായിക്കുന്നത് വിശ്വാസമാകുന്നു. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോകുകയും മേച്ചൽ കണ്ടെത്തുകയും ചെയ്യുമെന്ന് നാം വായിക്കുന്നു. അതത്രേ രക്ഷ. സുരക്ഷിതത്വത്തിൻ്റെ കാര്യമോ? വിശ്വാസം നമ്മെ അവൻ്റെ കരങ്ങളിൽ സുരക്ഷിതരായി സൂക്ഷിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ 27-28 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു, ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറിക്കുകയുമില്ല. അതെ, ഇവിടെ പറഞ്ഞിരിക്കുന്ന പരിചയുടെ പ്രത്യേകത എന്തെന്നാൽ അത് ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതാണ്. അവനത് വേഗത്തിലും ഭയാനകവുമായി നമുക്ക് നേരെ എയ്യുകയാണ്. ഇക്കാലത്ത് നാം കാണുന്ന മിസൈലുകൾ പോലെ ഡ്രോണുകൾക്ക് പകരം ഉപയോഗിച്ചിരുന്നതാണ് ഈ തീയമ്പുകൾ. ആത്മാവിനെ ദുഷിപ്പിക്കുന്ന വിശ്വാസ സംഹിത, ദൈവത്തിലുള്ള അവിശ്വാസം, സ്വയം, സംശയം, ഭയം, നിരാശ ആദിയായ അഗ്നിശരങ്ങൾ സാത്താൻ പ്രയോഗിക്കും. ബൈബിളിലെ ചില വിഷയങ്ങളെ സംബന്ധിച്ച് എനിക്കുണ്ടായിട്ടുള്ള സംശയങ്ങളെ ഞാൻ ഓർക്കുന്നു. ആ സംശയങ്ങളുടെ വെളിച്ചത്തിൽ ഞാൻ ആകെ അസ്വസ്ഥനായി തീർന്നിട്ടുണ്ട് കാലങ്ങളിൽ. ചില കാര്യങ്ങൾ അംഗീകരിക്കുവാൻ എൻ്റെ ഈ ചെറിയ ബുദ്ധിക്ക് സാധിക്കാതെ വന്നപ്പോൾ ഇനിയും ഈ വേല വേണ്ട എന്ന് പോലും ചിന്തിച്ച് പോയിട്ടുണ്ട്. ഇതിനകത്തൊന്നും ഒരു കാര്യവുമില്ല എന്ന് ഞാൻ കരുതിയ സമയം ഉണ്ടായിട്ടുണ്ട്. അതേ സുഹൃത്തെ, ഒരു പൂർണ്ണസമയ സുവിശേഷ വേലക്കാരനായതിന് ശേഷം എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്ന തീയമ്പുകളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ആ അമ്പുകൾ ഏറ്റ് ഞാൻ പിടഞ്ഞു. എന്നാൽ അത് അധികം നീണ്ടു നിൽക്കാഞ്ഞതിനാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ വിശ്വാസമെന്ന പരിചയം എടുത്തുപയോഗിച്ചു. അതുമാത്രമേ എനിക്ക് സഹായകരമായിട്ട് ഉണ്ടായിരുന്നുള്ളൂ. എത്ര ഉന്നതമായിട്ടുള്ള ചിന്തയല്ലേ. ഇനി അടുത്തത് രക്ഷ എന്ന ശിരസ്ത്രമാകുന്നു. ശിരസ്ത്രം തലയെ സംരക്ഷിക്കുന്നു, ഹെൽമറ്റ്. ദൈവം മനുഷ്യൻ്റെ മനസ്സിനോട് അപേക്ഷിക്കുന്നു, അവൻ മനുഷ്യൻ്റെ ഹൃദയത്തോട് അപേക്ഷിക്കുന്നു എന്നത് ഞാൻ അംഗീകരിക്കുന്നു. എന്നാൽ ദൈവം മനുഷ്യൻ്റെ ബുദ്ധിയോടും അപേക്ഷിക്കുന്നു എന്നോർക്കണം. ദൈവവചനം ആദിയോടന്തം ദൈവം മനുഷ്യനോട് യുക്തി ഉപയോഗിച്ചിടപെടുന്നു. ഉദാഹരണത്തിന് യെശയ്യാപ്രവചനം 1-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിങ്ങളുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞു പോലെ ആയിത്തീരും. അവൻ മനുഷ്യൻ്റെ ഹൃദയത്തോട് മാത്രമല്ല മനസ്സിനോടും വാദിച്ച് സംസാരിക്കുന്നു. ക്രിസ്തു ആകുന്നു പാപിയുടെ രക്ഷ. അതിലെ സകല മഹത്വവും ലഭിക്കേണ്ടത് അവന് മാത്രമാണ്. വേറൊരു ലേഖനത്തിലും കൂടി രക്ഷയുമായുള്ള ബന്ധത്തിൽ ഈ ശിരസ്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, അറിയാമല്ലോ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, നാമോ പകലിനുള്ളവർ ആകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കുക. ശിരസ് എല്ലാ നിയന്ത്രണങ്ങളുടെയും കേന്ദ്രമാണല്ലോ. ശിരസിനേൽക്കുന്ന മാരകമായ മുറിവ് ശരീരത്തെ മുഴുവൻ ബാധിക്കും. ഹൗവായെ പരാജയപ്പെടുത്തി മനുഷ്യജാതിയെ മുഴുവൻ കഷ്ടത്തിലാക്കിയതുപോലെ ഇന്നും സാത്താൻ ഒരു ദൈവപൈതലിൻ്റെ മനസ്സിനെയാണ് ആക്രമിക്കുവാൻ ശ്രമിക്കുന്നത്. ശിരസ്ത്രം കാണിക്കുന്നത് നമ്മുടെ മനസ്സ് ദൈവം നിയന്ത്രിക്കുന്നു എന്നത്രേ. ക്രിസ്ത്യ ജീവിതം ജീവിക്കുവാൻ തലച്ചോറിൻ്റെ ആവശ്യമില്ല എന്ന് കരുതുന്ന അനേകരുണ്ട്. വളരെ പരിതാപകരമാണ്. വാസ്തവത്തിൽ ക്രിസ്തീയ വളർച്ചയ്ക്കും ക്രിസ്തീയ ശുശ്രൂഷയ്ക്കും വിജയത്തിനും എല്ലാം അത്യന്താപേക്ഷിതമാണ് ഒരു വിശ്വാസിയുടെ ദൈവത്താൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സ്. ദൈവം മനസ്സിനെ നിയന്ത്രിക്കുമ്പോൾ സാത്താൻ ഒരു ദൈവപൈതലിനെ വഴിതെറ്റിക്കുവാൻ സാധിക്കില്ല. തൻ്റെ ബൈബിൾ പഠിക്കുകയും വചനത്തിലെ ഉപദേശങ്ങളുടെ അർത്ഥം പഠിക്കുകയും ചെയ്യുന്ന ഒരു ദൈവപൈതൽ എളുപ്പത്തിൽ വഴിവിട്ടു പോകുകയില്ല. ദൈവവചനം പഠിക്കാത്തതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പരാജയം. ഇത് ബുദ്ധിയുമായി ഒരു ബന്ധവുമില്ലാത്തതാണെന്ന് ചിന്തിച്ച് വികാരങ്ങൾക്ക് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വലിയ കൂട്ടം വികാരം കെട്ടടങ്ങുമ്പോൾ ആകെ വഴിതെറ്റിയ സ്ഥിതിയാണ് അവർക്കുണ്ടാകുന്നത്. എന്നാൽ രക്ഷ എന്ന ശിരസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ദൈവപൈതലിന് ഉറച്ചു നിൽക്കുവാൻ സാധിക്കും.
ഇതുവരെ നാം കണ്ടതായ ആയുധങ്ങളെല്ലാം തന്നെ പ്രതിരോധത്തിനായിട്ടുള്ളവയായിരുന്നില്ലേ, നമ്മെ സംരക്ഷിക്കുവാൻ. താങ്കൾ ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്ന ആ കാര്യം. എല്ലാം വ്യക്തിയുടെ മുൻഭാഗത്ത് ആവശ്യമായ ആയുധങ്ങൾ. അവൻ്റെ പിൻവശത്ത് സംരക്ഷിക്കുവാൻ ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്താ കാരണമെന്നറിയാമോ? പിന്തിരിഞ്ഞോടുവാൻ ശ്രമിച്ചാൽ അങ്ങനെയുള്ളവർ ശത്രുവിനാൽ വീഴ്ത്തപ്പെടും. പിൻപിൽ നിന്നും സംരക്ഷണമൊന്നുമല്ല എന്ന് ചുരുക്കം. അതുകൊണ്ട് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പിന്തിരിയരുത്, ആപത്താണ്, ശത്രു വെട്ടും. ഇനിയും ശത്രുവിനെ ആക്രമിക്കുവാനായി 2 ആയുധങ്ങൾ കൂടി നൽകിയിരിക്കുന്നത് നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തേത് ദൈവത്തിൻ്റെ വചനമാകുന്നു. അതെ, ആത്മാവിൻ്റെ വാളാണത്. എബ്രായ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവുമുള്ളതായി ഇരുവായ്ത്തലയുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർവിടുവിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതുമാകുന്നു. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ക്രിസ്തുവാകുന്നു. അവൻ്റെ പരീക്ഷയുടെ സമയത്ത് സാത്താനെ നേരിടുവാൻ കർത്താവ് ദൈവത്തിൻ്റെ വചനം ഉപയോഗിച്ചു. അതെ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന അതിശക്തമായ ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. ശത്രുവിനെ ആക്രമിക്കുവാനുള്ള നമ്മുടെ 2ാമത്തെ ആയുധം പ്രാർത്ഥനയാകും. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏതു നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും. ഇവിടുത്തെ അർത്ഥം താങ്കളും ഞാനും നമ്മുടെ ശത്രുവിനെ മനസ്സിലാക്കി ആത്മീയ ശക്തിക്കു വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുക എന്നത്രേ. ആത്മീയമായതിനു വേണ്ടി നാം ദൈവത്തെ ആശ്രയിക്കുക. അതായത് നാം ദൈവത്തിൻ്റെ എല്ലാ നിറവോളം നിറയണമെന്ന്. പ്രാർത്ഥനയും യാചനയും തമ്മിൽ പൗലോസ് ഇവിടെ വേർതിരിക്കുന്നത് ശ്രദ്ധിച്ചോ? പ്രാർത്ഥന പൊതുവായിട്ടുള്ളതാണ്, യാചന പ്രത്യേകമായിട്ടുള്ളതും. ഫലവത്തായ പ്രാർത്ഥനകൾ എല്ലാം ആത്മാവിൽ ആയിരിക്കേണ്ടതാണ്. എല്ലാ ആയുധങ്ങളും ധരിച്ചാലും പ്രാർത്ഥനയില്ലെങ്കിൽ ഒരു പ്രയോജനവുമില്ല എന്ന് ഞാൻ ചുരുക്കത്തിലങ്ങ് പറയട്ടെ. ഒരു ക്രിസ്തുവിശ്വാസിയുടെ പ്രാർത്ഥനാ ജീവിതം തകർത്താൽ സാത്താൻ ജയിച്ചു എന്നാണ് അർത്ഥം. ഈ ലേഖനത്തിൻ്റെ അവസാന ഭാഗത്തേക്ക് നാം എത്തിയിരിക്കുകയാണ്. 19ഉം 20ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും പ്രാർത്ഥിപ്പീൻ. തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പൗലോസ് ഇപ്പോൾ ഉദ്ബോധിപ്പിക്കുകയാണ്. ഈ ലേഖനത്തിൻ്റെ ഉപസംഹാരത്തിലേക്ക് വരുമ്പോൾ അവൻ വ്യക്തിപരമായ വശത്തേക്ക് തിരിയുന്നു. അവൻ റോമയിലൊരു തടവുകാരനായിരുന്നു. ജഡത്തിലൊരു ശൂലത്താൽ അവൻ കഷ്ടപ്പെട്ടിരുന്നു. എത്ര വലിയ ശാരീരിക പ്രശ്നങ്ങളാണ് അവൻ അഭിമുഖീകരിച്ചിരുന്നത്. എന്നാൽ അവയ്ക്കൊന്നിനും വേണ്ടി പ്രാർത്ഥിക്കുവാൻ അവൻ ആവശ്യപ്പെടുന്നില്ല. പിന്നെയോ സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിപ്പാൻ തനിക്ക് സാധിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുവാൻ പറയുന്നു. തന്നെ പൗലോസ് വിശേഷിപ്പിക്കുന്നത് ചങ്ങല ധരിച്ച സ്ഥാനാപതി എന്നാണ്. ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് പൗലോസ് എഴുതി, ഇപ്പോൾ അവൻ കാണുന്നത് താൻ എഴുതുന്ന സമയത്ത് തന്നെ ശത്രുവിൻ്റെ കടന്നാക്രമണം ആകുന്നു. എന്നാൽ താൻ നിരാശനല്ല. ഇപ്പോഴും സുവിശേഷം പ്രസംഗിക്കുന്നതിനെ കുറിച്ചാണ് അവൻ്റെ ചിന്ത. ഞാൻ എങ്ങനെ ഇരിക്കുന്നു എന്ന എൻ്റെ അവസ്ഥ നിങ്ങളും അറിയേണ്ടതിന് പ്രിയ സഹോദരനും കർത്താവിൽ വിശ്വസ്ത ശുശ്രൂഷകനുമായ തിഹിക്കോസ് നിങ്ങളോട് സകലവും അറിയിക്കും. നിങ്ങൾ ഞങ്ങളുടെ വസ്തുത അറിയുവാനും അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി ഞാൻ അവനെ നിങ്ങളുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു. എത്ര മനോഹരം അല്ലേ? എഫേസ്യർക്ക് പൗലോസ് എഴുതിയ ലേഖനം എഫേസ്യയിലെ വിശ്വാസികൾക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമല്ല തിഹിക്കോസ് ചെയ്തത്. പിന്നെയോ പൗലോസിൻ്റെ അവസ്ഥയെക്കുറിച്ച് നേരിട്ടൊരു വിവരണവും തിഹിക്കോസ് അവർക്ക് നൽകി. ആദിമ സഭയിലെ അനേകം വിശുദ്ധന്മാരുടെ ഒരു ഉത്തമ ഉദാഹരണമാകുന്നു തിഹിക്കോസ്. അവൻ എഫെസോസിലെ സഭയിലെ ശുശ്രൂഷകനായിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസിന് അവനിൽ വലിയ വിശ്വാസമുണ്ടായിരുന്നു. അവൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ആശ്വസിപ്പിപ്പാനുമായി എന്ന് പറയുന്നു. തുടർന്ന് ആശീർവാദ വചനങ്ങളോടെ ഈ ലേഖനം അവസാനിപ്പിക്കുകയാണ്. 23-24 വാക്യങ്ങൾ, പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും സഹോദരന്മാർക്ക് സമാധാനവും വിശ്വാസത്തോടു കൂടിയ സ്നേഹവും ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന എല്ലാവരോടും കൂടെ കൃപ ഇരിക്കുമാറാകട്ടെ. 2 വിധത്തിലുള്ള ആശീർവാദത്തോടെ പൗലോസ് അവസാനിപ്പിക്കുന്നു.
സുവിശേഷത്തിലെ പ്രധാനപ്പെട്ട വാക്കുകൾ മിക്കവാറും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമാധാനമുണ്ട്, സ്നേഹമുണ്ട്, വിശ്വാസമുണ്ട്, കൃപയുണ്ട്. പ്രത്യാശ ഇവിടെ പറഞ്ഞിട്ടില്ല. കാരണമുണ്ട്, ഒരു വിശ്വാസിയെ സ്വർഗത്തിൽ ആയിട്ടാണല്ലോ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതാണ് പ്രത്യാശ. എത്ര മനോഹരമല്ലേ? ഈ ലേഖനം പഠിക്കുവാൻ നമുക്ക് സാധിച്ചത് തന്നെ എത്ര ഉന്നതമായിട്ടുള്ളൊരവസ്ഥയാണ്. ഏത് സാഹചര്യത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവകരങ്ങളിൽ അതിനായി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവം നിങ്ങളെ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. ആയുധങ്ങളില്ലാതെ യുദ്ധത്തിനിറങ്ങുന്ന ഒരു പടയാളിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. എത്ര വലിയ മണ്ടത്തരമാണതല്ലേ? എന്തുകൊണ്ടാണ് ക്രിസ്തീയ ജീവിതത്തിൽ പലരും പരാജയപ്പെട്ടു പോകുന്നത്? ശക്തനും തന്ത്രശാലിയുമായ ഒരു ശത്രുവിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളും നമ്മൾക്ക് ആവശ്യമാണ്. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് ആവശ്യമായിരിക്കുന്ന ദൈവത്തിൻ്റെ ആലോചനകളാണ് എഫേസ്യ ലേഖന പഠനത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കുവാൻ സാധിച്ചത്. ഞങ്ങളെ ശ്രവിച്ച എല്ലാവരോടുമുള്ള നന്ദി ഞങ്ങൾ അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഈ പഠനം അനുഗ്രഹമായി തീർന്നെങ്കിൽ ജീവസന്ദേശത്തിൻ്റെ ഈ പ്രോഗ്രാമിനെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളെ അറിയിച്ചാലും, കർത്താവായ യേശുവിനെ അക്ഷയമായി സ്നേഹിച്ച് ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ.